സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ആലോചിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, ഞാൻ കുറച്ച് ആൾക്കാരെ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള പരിപാടി എൻ്റെ പെറ്റ്സിനെ കാണിച്ചു തരാം. വേറെ ഒന്നുമല്ല, എൻ്റെ കാളന്മാർ. അതുകൊണ്ട് പിന്നെ അവരുടെ അടുത്ത് പോകണം. പിന്നെ എൻ്റെ വീട് പണിതുകൊണ്ടിരിക്കണം, അവിടെ ജസ്റ്റ് ഒന്ന് പോകണം. അങ്ങനെയുള്ള കുറച്ച് പരിപാടിയിൽ നിന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോകാവേ. ഓക്കെ, സ്റ്റാർട്ടാവുമെന്ന് അറിയത്തില്ല, നോക്കട്ടെ. കുറേ നാളായല്ലേ. ചേട്ടൻ പുള്ളി എടുക്കാറുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവൻ എടുക്കാറുണ്ടോ ഇല്ല. സ്റ്റാർട്ടായി കേസ്. അപ്പോൾ വീട്ടിലിട്ട് പോവാം. ബൈക്കോട്ട് വലിയ ദൂരമില്ല, കുറച്ച് ഇപ്പോൾ വാടകയ്ക്കായിട്ടാണ് താമസിക്കണം. അപ്പോൾ കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടൊക്കെ പോവേ. അപ്പോൾ എത്തിയിട്ടോ. ഇവിടെയാണ് നമ്മുടെ ചെറുക്കന്മാർ നിൽക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. ജസ്റ്റ് കുറേ നാളായാലും ഇവന്മാരും നമ്മളെ പരിചയം നോക്കാം, പരിചയം ഉണ്ടോയെന്ന് വിളിച്ചേക്കാം. എന്നടാ കാട്ടി തരാവേ. എന്തുണ്ടേ? ഇതാണ് നമ്മുടെ ചെക്കന്മാരെ. ഇതൊക്കെയാണ് നമ്മുടെ ചെക്കന്മാർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിൻ പരിപാടി ഉമാരായിട്ടാണ്. ഉമാരാണ് നമ്മുടെ അല്ല. അപ്പോൾ ഇനി ഉമാരെ ഒന്ന് കുളിപ്പിച്ച് കെട്ടണം, അങ്ങനെയുള്ള കുറച്ച് പരിപാടി ഉണ്ട്. അതിൻ്റെ വീടിൻ്റെ അടുത്ത് പോകണം. അങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ അതുപോലെ തന്നെ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ചെറിയൊരു അമ്പലം, വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ അടുത്താണ് നമ്മൾ കാളയന്മാരെയൊക്കെ നിൽക്കുന്നത്. അതുപോലെ ഇതാട്ടോ ഞങ്ങളുടെ കാളവണ്ടിയാണിത്. അപ്പോൾ ഇതിലാണ് ഇപ്പോൾ എല്ലാ സൺഡേയിലും ഞങ്ങൾ കളകെട്ടി പോവും, പ്രാക്ടീസായിട്ട്. അപ്പോൾ ഇങ്ങനെ നടക്കും. അപ്പോൾ ഇതൊക്കെ ഒന്നും ചിലപ്പോൾ ചിലരുടെ നാട്ടിലൊന്നും ഉണ്ടാവില്ലായിരിക്കും. കുറേ ഇടത്തൊക്കെ ഉണ്ട്, മലപ്പുറം പാലക്കാട് സ്ഥലത്തുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് മെയിനായിട്ട് ഇത് ഓട്ടം കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം നിന്നുപോയി. ഇപ്പോൾ ആൾക്കാരെല്ലാവരും വിറ്റു. പക്ഷെ നമുക്കത് വിൽക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ബ്ലഡിലുള്ളതാണ്. ഉണ്ടായ അന്ന് മുതൽ നമ്മളുടെ കൂടെയുള്ളവന്മാരാണ്. അപ്പോൾ നമുക്കങ്ങനെ കളയാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും നമുക്ക് കാളവണ്ടിയും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഇനി ഉമ്മാരും ജസ്റ്റ് കുളിപ്പിച്ച് കിട്ടിയിട്ട് വീടിൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ അടുത്ത് പോയിട്ട് അതിനുശേഷം പിന്നെ കുറച്ച് കൂട്ടുകാരെ കാണാൻ പോകാം. ഞങ്ങളുടെ പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇനി വെക്കേഷൻ എന്തായാലും ഇവിടെ വന്നു ബോറാവില്ല. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് ആനിമൽസ് അങ്ങനെ ഉണ്ട്, പിന്നെ വണ്ടി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതായിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക എൻഗേജ് ആയിരിക്കും. അത്രയ്ക്ക് വലിയ സീനൊന്നും ഉണ്ടാകാറില്ല. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ്. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാട്ടോ. വീടൊന്ന് പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം, എന്തായാലും അവസ്ഥ നോക്കട്ടെ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ വീട് പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കണേ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ അവിടെ പോയിട്ട് കാണിച്ചു തരാവേ എന്താണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട് തന്നെ. അപ്പോൾ മേളിക്കണ അച്ഛനാട്ടോ. അപ്പോൾ ഇത് ക്ലീൻ ആയിക്കൊണ്ടിരിക്കണം. നാളെ മുതൽ പെയിൻറ്റിങ് സ്റ്റാർട്ടാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം എന്താണ് സംഭവം എന്ന്. അപ്പോൾ വീടിൻ്റെ അകത്തേക്ക് ഞാൻ കാണിച്ചു തരാം എന്താണ്. എല്ലാം ഫുള്ളായിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല. അവർ പണി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തേച്ചേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വീട് പണിയാന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഡ്രീമാട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ സാധാരണ ഒരു ഫാമിലിയിൽപ്പെട്ടായിരുന്നല്ലോ, മിഡിൽ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഇതെല്ലാവരും ഡ്രീമല്ല, അതുപോലെ നമ്മുടെ ഒരു ഡ്രീമാണ്. ഞങ്ങളെല്ലാവരും ഒരു ഡ്രീമായിരുന്നു. അപ്പോൾ എന്തായാലും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കോൺട്രാക്ട് നമുക്ക് ചെറിയൊരു പണി വന്നു. എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഈ പ്രാവശ്യം വെക്കേഷൻ വരുമ്പോൾ കയറി ദിവസം ഹൗസ് വാമിങ് നടത്തുന്നതായിരുന്നു. പക്ഷേ പുള്ളിയുടെ പണിക്കാരൊന്നും കിട്ടാത്തതിൻ്റെ പേരിൽ കുറച്ച് ഡിലേ ആയി കേട്ടോ. അപ്പോൾ പുള്ളിനെ തെറ്റി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കാരണം പറയാലോ കേരളത്തിൽ ഫുള്ള് പണിയുന്നതെല്ലാം ബംഗാളീസാണ്. അപ്പോൾ ആളെ കിട്ടാണ്ട് അവരെന്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതങ്ങ് മുടങ്ങി. നമ്മുടെ പ്രവാസികളുടെ അവസ്ഥ അറിയാമല്ലോ, നമ്മൾ ഭയങ്കര ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വരും, പക്ഷേ എല്ലാം നടക്കണമെന്നില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം വെക്കേഷൻ വന്നു. എന്തായാലും വീടിങ്ങനെ എന്താ പണിതെല്ലാം നോക്കിയിട്ട് കണ്ടിട്ട് പോയിട്ട് വീണ്ടും ഒന്നുകൂടെ വെക്കേഷൻ ആരുടെയൊക്കെ ഷെഫ്മാർ കൈയും കാലും പിടിച്ച് വീണ്ടും ഒരു 10 ദിവസം എടുത്ത് വന്നിട്ട് കയറി താമസം കൂടിയിട്ട് ഒരു 10 ദിവസം ഇവിടെ കിടന്നിട്ട് അത്ര പറ്റുള്ളൂ, കൂടുതൽ കിടക്കാൻ പറ്റും. പിന്നെ അടുത്ത വെക്കേഷൻ നോക്കാം, നമുക്ക് കൂടുതൽ ഇവിടെ തങ്ങാൻ പറ്റണ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ ആണ് വരുന്നത് വീടിൻ്റെ മേലും ബാൽക്കണി കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതേ ഇത്രയുള്ളൂ കേട്ടോ. ഇനി വേറെ ഒന്നുമല്ല, കൂട്ടുകാരെ കാണാൻ പോകണം. എന്നാൽ ശരി എന്നാൽ. അപ്പോൾ ഓക്കെ, ബൈ.